ഇനിയൊരു ചോദ്യം, അള്ളാഹുവിനോട് നമ്മൾ ചെയ്തതുപോലത്തെ ഒരു തെറ്റ് നമ്മളോട് ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ. അള്ളാഹു നൽകിയ ശ്വാസം, അള്ളാഹു നൽകിയ ആരോഗ്യം, ആഫിയത്ത്, ഇതെല്ലാം കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ മക്കളിൽ നമുക്ക് സന്തോഷമാണ്, നമ്മുടെ ഭാര്യയിൽ, നമ്മുടെ കുടുംബത്തിൽ നമുക്ക് സന്തോഷം. ആര് നൽകി? അള്ളാഹു നൽകി. ഇതെല്ലാം നൽകിയ റബ്ബിനെ വേണ്ട രൂപത്തിൽ പരിഗണിക്കാത്തവരാണ് നമ്മൾ. ഇതെല്ലാം നൽകിയ റബ്ബിനോട് വേണ്ട രൂപത്തിൽ ഇടപെടാത്തവരാണ് നമ്മൾ. നമുക്ക് അല്ലാഹു തആല വിട്ടുവീഴ്ചയും പൊറത്തു നൽകുന്നുണ്ടെങ്കിൽ നമ്മളോട് ഇത്ര വലിയ തെറ്റൊന്നും ആരും ചെയ്തിട്ടുണ്ടാവില്ല, ഇത്ര വലിയ നന്ദി കടൊന്നും ആരും ചെയ്തിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ള നമുക്ക് മറ്റൊരാളോട് പുറത്തു കൊടുക്കാനുള്ള മനസ്സില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ റഹ്മത്ത് നമുക്ക് ലഭിക്കുന്നത്? അതുകൊണ്ട് നമ്മളെ വേദനിപ്പിച്ച മനുഷ്യരുണ്ടാവും. നമുക്ക് 100,000 കാരണം പറയാനുണ്ടാവും. അന്നേരം അതുണ്ടായി, ഇതുണ്ടായി, 100,000 കാരണം നമുക്ക് പറയാനുണ്ടാകും ആ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട്. പക്ഷെ നമ്മൾ അള്ളാഹുവിനോട് ചെയ്തതുപോലത്തെ ഒരു തെറ്റ് ആരും നമ്മളോട് ചെയ്തിട്ടുണ്ടാവില്ല. ഒരു തെറ്റ്, അള്ളാഹുവിനോട് നമ്മൾ ചെയ്ത അനേകം തെറ്റിൽ നിന്ന് ഒരു തെറ്റ്, അത്ര വലിയ തെറ്റ് നമ്മളോടൊരു മനുഷ്യനും ചെയ്തിട്ടുണ്ടാവില്ല. എന്നിട്ട് കാരുണ്യത്തിൻ്റെ കടലായ റബ്ബ് നമുക്ക് പുറത്തു നൽകുന്നുണ്ടെങ്കിൽ നമ്മളെ വേദനിപ്പിച്ചവരോട് നമ്മൾ ക്ഷമിക്കണം. നമ്മളെ വേദനിപ്പിച്ച മനുഷ്യരോട് നമ്മൾ ക്ഷമിക്കണം. അങ്ങനെ ക്ഷമിച്ചിട്ട് നമുക്ക് റബ്ബിനോട് ചോദിക്കാൻ പറ്റണം, അള്ളാഹുവെ, ഇന്ന വിഷയത്തിൽ എന്നെ ബുദ്ധിമുട്ടിച്ചവർ, എന്നെ വേദനിപ്പിച്ചവർ, ആ വേദനിപ്പിച്ച മനുഷ്യരോട് റബ്ബേ ഞാൻ പുറത്തു കൊടുത്തിട്ടുണ്ട്, ഞാൻ അവരോട് കരുണ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ നിന്നെ വേദനിപ്പിച്ചിട്ടുണ്ട്, നിന്നെ ധിക്കരിച്ചിട്ടുണ്ട്. നീ നിസ്കരിക്കാൻ പറഞ്ഞ സമയങ്ങളിൽ ഞാൻ പല കാരണങ്ങളും കണ്ടെത്തി എൻ്റെ നിസ്കാരം പിന്തിപ്പിച്ചു. ഒരുപാട് നിസ്കാരം ഖളാ ആയിപ്പോയി. ഇപ്പം എത്ര നിസ്കാരങ്ങൾ ഖളാ വീട്ടണം എന്ന് പോലും എനിക്കറിയുന്നില്ല. ആരോഗ്യമുള്ള സമയത്ത് പല നോമ്പുകളും നഷ്ടപ്പെടുത്തിപ്പോയി. ആരോഗ്യമുള്ള സമയത്ത് സിനിമ കണ്ടുപോയി, ഹറാമിലേക്ക് പോയി, പല രൂപത്തിലുള്ള തെറ്റായ കാര്യങ്ങളിലേട്ടൊക്കെ ഞാൻ വഴുതിപ്പോയിട്ടുണ്ട് റബ്ബേ. പക്ഷേ അള്ളാഹുവെ, എന്നെ വേദനിപ്പിച്ച മനുഷ്യരോട് എനിക്കൊരു പ്രശ്നമില്ല, ഞാൻ പുറത്തു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് കരുണയുടെ കടലായ റബ്ബേ, നീ റഹ്മത്ത് ചെയ്യാൻ പറഞ്ഞതുപോലെ എൻ്റെ ചുറ്റിലുമുള്ളവരോട് ഞാൻ റഹ്മത്ത് ചെയ്തു. അവരോടൊക്കെ ഞാൻ സ്നേഹത്തോടു കൂടെയാണ് പെരുമാറുന്നത്. അതുകൊണ്ട് നിന്നെ വേദനിപ്പിച്ച നിൻ്റെ അടിമയായ എന്നോട് റബ്ബേ നീ പുറത്ത് മാപ്പ് നൽകി എന്നോട് നീ കരുണ ചെയ്യണം റബ്ബേ എന്ന് പറയുമ്പോൾ എത്ര അർത്ഥമുള്ളൊരു പ്രാർത്ഥനയായിരിക്കും അത്. ഇത് നമ്മൾക്ക് നമ്മളെ വേദനിപ്പിച്ച ഒരാളോട് ക്ഷമിക്കാനും വയ്യ, നമ്മളെ വേദനിപ്പിച്ച ഒരാളോട് പൊറുക്കാനും വയ്യ. എന്നിട്ട് നമുക്ക് റബ്ബിൻ്റെ റഹ്മത്തും മഗ്ഫിറത്തും വേണം എന്ന് പറഞ്ഞാൽ എങ്ങനെ കിട്ടാനാണ്? അതുകൊണ്ട് അള്ളാഹുവിൻ്റെ റഹ്മത്ത് ലഭിക്കണോ, അള്ളാഹുവിൻ്റെ മഗ്ഫിറത്ത് ലഭിക്കണോ, നമ്മളെ വേദനിപ്പിച്ചവരോട് ക്ഷമിക്കുക, അവരോട് സ്നേഹത്തോടുകൂടെ പെരുമാറുക. അങ്ങനെ മനുഷ്യരോട് കരുണ കാണിക്കുക, സഹജീവികളോട് കരുണ കാണിക്കുക, മറ്റുള്ള ജനങ്ങളോട് കരുണ കാണിക്കുക. അങ്ങനെ കരുണ കാണിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് കരുണ കാണിക്കും. അല്ലാഹു തആല അവൻ്റെ കരുണ കൊണ്ട് നമ്മളെ സന്തോഷിപ്പിക്കട്ടെ, മഗ്ഫിറത്ത് കൊണ്ട് നമ്മളെ സന്തോഷിപ്പിക്കട്ടെ. അതുകൊണ്ട് ഈ ദിവസങ്ങൾ ഇസ്തിഗ്ഫാറുകൾ ധാരാളം അധികരിപ്പിക്കുക. നമ്മളൊരു തെറ്റും ചെയ്യുന്നില്ല എന്നൊക്കെ നമുക്ക് തോന്നുന്നുണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഅസൂമാണ്, ഒരു തെറ്റും ചെയ്യൂല. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ ദിവസവും 100 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹൽ അദീം എന്ന ദിക്റിലിരുന്നു എന്നാ, പാപമോചനം തേടിയിരുന്നു എന്നാ. അപ്പോൾ നന്നായി പാപമോചനത്തിന് ദിവസങ്ങൾ ഉപയോഗപ്പെടുത്തുക, തൗബ ചെയ്യുക. തൗബ ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കുന്ന 27 രാവിലെ പള്ളിയിൽ വന്നുകൊണ്ട് വെറുതെ ഏറ്റുപറയുന്ന ഒന്നല്ല തൗബ. തൗബ എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് നമുക്ക് വിശദീകരിക്കേണ്ട വലിയൊരു കാര്യമാണ്. ഞാനത് വിശദീകരിക്കുന്നില്ല, നമുക്ക് സമയം മതിയാകാതെ വരും. തൗബക്ക് പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കാര്യം, ഇനി ഒരിക്കലും ഞാൻ ആ തെറ്റ് ചെയ്യൂല എന്ന് ഉറപ്പിക്കണം. ആ തെറ്റ് ചെയ്തതിൽ അതിയായ സങ്കടം വേണം, ഖേദം വേണം. എന്നിട്ട് റബ്ബിൻ്റെ മുന്നിലിരുന്ന് കരയണം, റബ്ബിനോട് സംസാരിക്കണം. ചെയ്തു പോയി അള്ളാഹിനോട് പറയണം, അള്ളാഹിനോട് ഒറ്റയ്ക്കിരുന്ന് പറയണം. അതല്ലേ തൗബ. അള്ളാഹിനോട് ഒറ്റയ്ക്കിരുന്ന് തഹജ്ജുദിൻ്റെ സമയത്ത് എഴുന്നേറ്റ് കുറച്ച് ഇസ്തിഗ്ഫാറൊക്കെ ചൊല്ലി റബ്ബിനോട് പറയണം. കാരണം എന്തായാലും അള്ളാഹ്ക്ക് ഇത് അറിയാലോ, നമ്മൾ ചെയ്ത തെറ്റ് നമുക്ക് ആരിനെ പറ്റിച്ചാലും അള്ളാഹുവിനെ പറ്റിക്കാൻ കഴിയില്ല. അള്ളാഹുവിന് എന്തായാലും ഇതറിയാം, അള്ളാഹുവിന് എന്തായാലും ഈ കാര്യം അറിയാം. അള്ളാഹുവിന് ഈ കാര്യം അറിയുന്നത് കൊണ്ട് തന്നെ അള്ളാഹുവിനോട് ആ കാര്യം ഏറ്റുപറയുന്നത് അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ മറച്ചു വെച്ചൊരു കാര്യമല്ല. ഇപ്പം നമ്മൾ ചെയ്ത തെറ്റ് അള്ളാഹുവിനോട്, റബ്ബേ ഞാൻ ഇന്ന തെറ്റ് ചെയ്തിട്ടുണ്ട്, ഞാനത് സമ്മതിക്കുന്നുണ്ട്, ഞാൻ അന്നേരം എൻ്റെ ഒരു പ്രായത്തിൻ്റെ ഒരു തളപ്പിൽ അല്ലെങ്കിൽ ആ സാഹചര്യം അനുകൂലമായി വന്നപ്പോൾ ചെയ്തു പോയതാണ്, നിന്നെ ധിക്കരിച്ച് ചെയ്തതൊന്നുമല്ല, അങ്ങനെ ചെയ്തു പോയതാണ്.
പക്ഷേ ഇപ്പം എൻ്റെ കൽബിൽ എന്തുണ്ട്, അത് ചെയ്തത് മോശമായി എന്നൊരു തോന്നൽ എൻ്റെ കൽബിലുണ്ട്. അതാണല്ലോ റബ്ബേ ഈ തൗബക്ക് വേണ്ട ഖേദം എന്ന് പറയുന്ന കാര്യം എൻ്റെ കൽബിലുണ്ട്. അത് ഞാൻ ചെയ്തത് തെറ്റാന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട് റബ്ബേ. ഇപ്പം എനിക്ക് നന്നാകണം എന്നൊരു തോന്നലുണ്ട്. ഇനി ഞാൻ ആ തെറ്റിലേക്ക് പോകൂല. അത് പോകാതെ പരമാവധി ഞാൻ ശ്രദ്ധിക്കും. ഇൻഷാ അല്ലാ ഞാൻ അങ്ങനെ ശ്രദ്ധിക്കും. അതുകൊണ്ട് എനിക്ക് പുറത്തു തരാം റബ്ബേ. ഇതാണ് തൗബ. ഇത് വാക്കിൽ മാത്രം പോരാ, പ്രവൃത്തിയിലും കൊണ്ടുവന്നാൽ അത് തൗബയായി, നസൂഹായ തൗബയായി. ഇത് റബ്ബിനോട് ഒരു പ്രാവശ്യം പറഞ്ഞാൽ മതി, പോരാ. നമുക്കതൊരു ഉറപ്പ് കിട്ടുന്നവർ നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക. 40 വർഷം ഒരു മനുഷ്യൻ എന്ത് ചെയ്തൊരു ചരിത്രം പറയുന്നുണ്ട്. മാലിക് ബിൻ ദിനാർ റളിയല്ലാഹുവിൻ്റെ ചരിത്രം പറയുന്നുണ്ട്. 40 വർഷം ഹജ്ജ് ചെയ്തിട്ട് അള്ളാഹു തആല പുറത്തു കൊടുക്കാത്തൊരു വിഷയമൊക്കെ പറയുന്നുണ്ട്. പിന്നീട് നമുക്കത് പറയാം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അപ്പോൾ ഇതാണ് തൗബ. നമ്മൾ ഈ രൂപത്തിൽ അള്ളാഹുവിനോട് സംസാരിക്കുക. അള്ളാഹുവിനെ ഇനി ചെയ്യൂല റബ്ബേ, അന്ന് ആ കാരണം കൊണ്ട് ചെയ്ത ഇനി ചെയ്യൂല, എനിക്ക് ഈ റമദാനിലേക്ക് പുറത്തു തരണം, ഇനി എൻ്റെ ജീവിതത്തിൽ അങ്ങനെയൊന്നും ഉണ്ടാകൂല എന്ന് ഈ മഗ്ഫിറത്തിൻ്റെ 10 നമ്മൾ ചെയ്യേണ്ട കാര്യം. അവസാനത്തെ 10 മാറ്റി വെക്കേണ്ടതല്ല തൗബ. അള്ളാഹു തആല വലിയ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ രൂപത്തിൽ തൗബ ചെയ്തുകൊണ്ട് നമ്മുടെ മുന്നിലുള്ള 240 മണിക്കൂറുകളെ ഉപയോഗപ്പെടുത്തുക. മഗ്ഫിറത്തിൻ്റെ 10 ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ജീവിക്കാൻ സാധുക്കളായ നമുക്കും നമ്മുമായി ബന്ധപ്പെട്ടവർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.